വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ അഖില. സോ നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്ററിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാത്തിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കണ്ടു, ലിക്വിഡ് സ്റ്റേറ്റ് കണ്ടു, ഗ്യാഷ്യസ് സ്റ്റേറ്റ് കണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലും കൂടുതൽ കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ മാറ്റർ എന്ന് പറയുന്ന സമയത്ത് അത് സോളിഡ് ആയിക്കോട്ടെ, അത് ലിക്വിഡ് ആയിക്കോട്ടെ, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകളായിക്കോട്ടെ, അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? നമുക്ക് ദ പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അതാണ് അല്ലേ, ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ. അപ്പൊ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആരും ഉണ്ട്, നമുക്ക് മിക്സ്ചേഴ്സും ഉണ്ട്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, നമുക്ക് മിക്സ്ചേഴ്സും ഉണ്ട്. നമുക്ക് മാറ്റർ ഏതോ ആയിക്കോട്ടെ, നമുക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, നമുക്ക് മിക്സ്ചേഴ്സും ഉണ്ട്. അതിൽ പ്യുവർ സബ്സ്റ്റൻസിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മിക്സ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇച്ച് ആൻഡ് എവറിത്തിങ് അല്ലെ, അതിന്റെ വിത്ത് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാറ്ററിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ പറ്റിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കുന്ന ആളാണ് ആര്, നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലെ. ടി വി കാണുമ്പോഴാണെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ വെറുതെ എന്തെങ്കിലും എടുത്ത് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആര്, നമ്മൾ ഈ കാണുന്ന മിക്സ്ചർ എന്ന് പറയുന്നത്. ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഇതിനകത്ത് പല ടൈപ്പ് ആളുകളെ കാണുന്നുണ്ട് അല്ലെ. കുറെ നട്ട്സ് കാണുന്നുണ്ട്, നീളത്തിലുള്ള ആളുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള ആളുണ്ട്, കറി ലീവ്സ്, ഉണങ്ങിയിട്ടുള്ള കറി ലീവ്സ് കാണുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് അല്ലെ, പല ടൈപ്പ് ആളുകൾ ഒരുമിച്ച് ചേർന്നതാണ് എന്ത്, നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, എ മിക്സ്ചർ കണ്ടെയ്ൻസ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. അതായത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ്, അത് രണ്ടാവാം, അതിൽ കൂടുതലാവാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ നമുക്ക് മിക്സ്ചർ എന്ന് വിളിക്കാം. അതൊരു മിക്സ്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിക്കണ മിക്സ്ചറിന് അതേ പേര് വന്നതും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരേപോലെയുള്ള ആളുകളല്ല അല്ലെ, ഒരുപാട് ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ എവിടെയുണ്ട്, നമ്മൾ കഴിക്കണ മിക്സ്ചറിലുണ്ട്. അപ്പൊ ആലോചിക്കുക, മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് ഇതേ പിക്ചർ ആലോചിക്കുക, എന്നിട്ട് നമുക്ക് പറയാം അല്ലെ, മിക്സ്ചർ കണ്ടെയ്ൻസ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കും. ആ മിക്സ്ചറിനെയാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, നമുക്ക് ഹെറ്ററോജീനിയസ് മിക്സ്ചറും ഉണ്ട്. അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് നോക്കണം അല്ലെ. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. നമ്മളിതേ ഒരു കപ്പ് വാട്ടർ എടുക്കുകയാണ്, അതിനകത്തേക്ക് നമ്മൾ 1-2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുത്തു അല്ലെ. എന്തൊക്കെയാണ്, നമ്മൾ ആദ്യം വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഷുഗർ ആഡ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ആളെന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണല്ലോ. അതിനകത്ത് യാതൊരു ഡൗട്ടും നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താണ്, രണ്ടാളുകളുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് അല്ലെ. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ആയി, ഇപ്പൊ 2 സബ്സ്റ്റൻസ് ആയി. ഒന്ന് ഷുഗർ ആണ്, മറ്റൊന്ന് വാട്ടർ ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തേക്കാണ് അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി, ഒരു മിക്സ്ചർ നമുക്ക് കിട്ടി. ഷുഗറിന്റെയും വാട്ടറിന്റെയും കൂടെ ഒരു മിക്സ്ചർ നമുക്ക് എന്ത് ചെയ്തു, അവിടെ കിട്ടി. ഇനി അത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഷുഗറിനൊക്കെ കാണാൻ പറ്റുമോ, ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്തോ എവിടെ നിന്ന് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ആ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ ടേസ്റ്റ് ആണ് കിട്ടുക അല്ലെ. ആ ഷുഗറിന്റെ ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു മധുരം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എവിടെയും എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല അല്ലെ, ഒരു ഡിഫറൻസും നമുക്ക് കാണാൻ പറ്റില്ല. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വാട്ടറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലെ. എല്ലാ ഭാഗത്തും ഒരേപോലെ കിടക്കുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ. അതൊരു ടൈപ്പ് മിക്സ്ചർ ആണ്. ഇനി ഇതേ കാര്യം ഞാൻ വേറൊരു രീതിയിൽ പറയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പിൽ നമ്മൾ വാട്ടർ എടുത്തു, ഈ ഷുഗറിന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, നമ്മൾ കുറച്ച് മഡ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ചെളി ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം അല്ലേ. നമ്മളെ കയ്യിൽ എന്താണ്, വാട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് മഡ് ആഡ് ചെയ്യാണ്. അതായത് 2 സബ്സ്റ്റൻസ് ആയി അല്ലേ, 2 സബ്സ്റ്റൻസ് ആയി. ഒന്ന് വാട്ടർ ആണ്, മറ്റൊന്ന് എന്താണ്, മഡാണ് അല്ലേ. നമുക്ക് അവിടെ ഒരു മഡി വാട്ടർ കിട്ടുമല്ലോ.
കിട്ടുമല്ലോ. അപ്പൊ രണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് അതും എന്താണ്, ഒരു മിക്സ്ചർ ആണ്. നമ്മുടെ മഡി വാട്ടർ എന്ന് പറയുന്ന സമയത്ത് അതും എന്താണ്, ഒരു മിക്സ്ചർ ആണ്. മോർ ദാൻ വൺ സബ്സ്റ്റൻസ്, ഒന്നിൽ കൂടുതൽ എന്തുണ്ട് അവിടെ, സബ്സ്റ്റൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മഡി വാട്ടർ അല്ലേ, മഡിന്റെയും വാട്ടറിന്റെയും മിക്സ്ചർ ഒന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ, ഈ മഡ് നമ്മൾ ഇട്ടിട്ടുള്ള ഈ ചെളി എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ കിടക്കുന്നത്, ഒരിക്കലും അല്ല അല്ലെ. കുറേ സൈഡിലൊക്കെ കുറേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചില ഭാഗത്ത് കുറച്ചേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്, കുറേ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവസാനം എന്താണ്, അടിയിലല്ലേ, ഏറ്റവും അടിയിൽ എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ, സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, വന്ന് അടിഞ്ഞു കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് മുകളിലൊക്കെ ഇതേ വാട്ടർ കിടക്കുന്നുണ്ട്, താഴെ കുറച്ച് ആളുണ്ട്, ഏറ്റവും മുകളിലായിട്ട് വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചെളിയാവുന്ന സമയത്ത് കുറേ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ മുകളിലും കിടക്കുന്നത് കാണാൻ പറ്റില്ല. അതായത് പല സൈഡിലും എന്താണ്, പലതുപോലെയാണ്. നമ്മൾ നേരത്തെ ഒരു സ്പൂൺ എടുത്ത് ടെസ്റ്റ് ചെയ്തതുപോലെ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം ഞാനൊരു സ്പൂൺ എടുത്ത് ഇവിടുന്ന് എടുത്താലും ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് കപ്പ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഈ 4 എണ്ണത്തിനകത്ത് എവിടുന്ന് എടുത്തു കഴിഞ്ഞാലും ഒരേപോലെയാണോ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക, ഈ മഡ് വാട്ടറിൽ ഒരേപോലെയാണോ കിടക്കുന്നുണ്ടാവുക, ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണോ ഉണ്ടാവുക, ഒരിക്കലും അല്ല അല്ലെ. ഓരോ സൈഡിലും എന്താണ്, അതിന്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഒരു മിക്സ്ചർ ആണ്, മറ്റേതും ഒരു മിക്സ്ചർ ആയിരുന്നു അല്ലെ, ഷുഗറും വാട്ടറും ഒരു മിക്സ്ചർ ആണ്, മഡും വാട്ടറും മറ്റൊരു മിക്സ്ചർ ആണ്. പക്ഷെ രണ്ട് മിക്സ്ചറിലും എന്ത് കാണാൻ, നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ ഡിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ഈ മിക്സ്ചറിനെ എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ട്, അതുപോലെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചർ ഉണ്ട്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമോ എന്ന് പറയുന്ന സമയത്ത് സെയിം എന്ന് ആലോചിക്കുക നിങ്ങൾ. ഒരു യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ, നമ്മൾ എടുത്തിട്ടുള്ള മിക്സ്ചറിൽ ഒരു യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ, ഇവിടെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടൂലേ. അതായത് എല്ലായിടത്തും എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുക. അതിനാണ് നമ്മൾ യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആണെങ്കിലും, നമ്മളെ സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലും, എയർ ആണെങ്കിലും ഒക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അതായത് എല്ലാവരും എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ, യൂണിഫോം കോമ്പോസിഷനുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള മഡി വാട്ടർ മാത്രം ആലോചിച്ചാൽ മതി അല്ലേ. കുറച്ച് മഡ് എടുത്ത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല അല്ലെ. അതായത് എന്താണ്, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ് അല്ലെ, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. നമ്മൾ എവിടെ ഓരോ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സൈഡിനനുസരിച്ചിരിക്കും അതിനകത്തുള്ള ആളുകൾ അല്ലെ. അതായത് കോമ്പോസിഷൻ എന്തല്ല, ത്രൂ ഔട്ട് എന്തല്ല, യൂണിഫോം അല്ല, ഒരേപോലെ അല്ല. അപ്പൊ ഹെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് എന്നുള്ള ആ ഒരു മീനിങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് 2 ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചറും ഉണ്ട്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷൻ, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. എന്നാൽ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് എന്തായിരിക്കില്ല, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കില്ല അല്ലെ, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.